ഇന്നേ എമ്പുരാൻ പടത്തിന് പോകും കേട്ടോ. എറണാകുളം സവിതയെ വെച്ചിട്ടാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അപ്പോൾ 11 മണിയുടെ ഷോയാണ്. ഞങ്ങളപ്പോൾ പോകാനിറങ്ങി. കാറെടുത്തിട്ട് രണ്ടുപേരും കൂടെ കാറിനുള്ളിൽ കയറി ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളതാ കാറിൽ കയറുവാണ്. അപ്പൊ നമുക്ക് 11:30 ഷോ. ഞാൻ നേരത്തെ 11 മണിന്നല്ലേ പറഞ്ഞു. 11:30 അപ്പോ നമ്മുടെ എറണാകുളത്തെ പഴയ ആദ്യത്തെ തിയേറ്റർ ഇല്ലേ, സവിത സംഗീത, അവിടെ വെച്ചിട്ടായിരുന്നു നമ്മുടെ സിനിമ ബുക്ക് ചെയ്തിരുന്നത്. അപ്പൊ നമ്മളൊരു 10:45 ആയപ്പോ അവിടെ എത്തി. അപ്പൊ അവിടെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞൊക്കെ നടന്ന് ഒരു 11 മണിയായപ്പോഴത്തേക്കും നമ്മളെ ടിക്കറ്റൊക്കെ മേടിച്ച് അകത്തൊക്കെ കയറ്റി. ആ സമയത്ത് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. പിന്നെ 11:20 ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്കാരൊക്കെ വന്ന് എല്ലാ സീറ്റും ഫുള്ളായി. 11:30 സിനിമ തുടങ്ങി. ഈ സിനിമയെ പറ്റി അഭിപ്രായം പറയാനാണെങ്കിൽ എനിക്ക് തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൽ ഒരു ലാഗ് ഉണ്ടായിരുന്നു കേട്ടോ. അത് മുന്നേ ഞാൻ കേട്ടായിരുന്നു, റിവ്യൂലൊക്കെ കേട്ടായിരുന്നു ഫസ്റ്റ് ഹാഫ് ഇച്ചിരി ലാഗാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് ഹാഫിൽ ലാഗാണ്. പിന്നെ മോഹൻലാൽ വരുന്ന സമയത്ത് ആൾക്കാരൊക്കെ ഇച്ചിരി ഒച്ചയും ബഹളവും കയ്യടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ആരുടെ ആൾക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ സെക്കൻഡ് ഹാഫ് ഇന്റർവെല്ലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എല്ലാവരും ഫുൾ ഓണായി. കയ്യടിയും ബഹളവും കൂക്കുവിളിയും ഒക്കെ ആയിരുന്നു കേട്ടോ. സെക്കൻഡ് ഹാഫ് കുഴപ്പമില്ല. നമ്മൾ ഫസ്റ്റ് ഹാഫിൽ നമ്മുടെ ഋഷി ആണെങ്കിലും കിടന്ന് ഉറങ്ങിപ്പോയി. സെക്കൻഡ് ഹാഫിൽ പിന്നെ ഇന്റർവെല്ലൊക്കെ കഴിഞ്ഞ് ചായയും പോപ്കോണൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ അവൻ പിന്നെ എനർജറ്റിക് ആയിട്ട് പിന്നെ സിനിമയൊക്കെ കണ്ടു തുടങ്ങി. നല്ല സിനിമയായിരുന്നു കേട്ടോ. ഫസ്റ്റ് ഹാഫിലുള്ള ആ ലാഗ് ഒഴിച്ച് വേറൊന്നും എനിക്ക് പറയാനില്ല. നല്ല അടിപൊളി പടമായിരുന്നു. പിന്നെ ഇപ്പൊ തന്നെ അവർ പറയുന്നുണ്ട് അതിന്റെ തേർഡ് പാർട്ട് വരാൻ ചാൻസ് ഉണ്ടെന്ന് ഇപ്പൊ തന്നെ ഒരു ക്ലൂ തന്നിട്ടുണ്ട്. അതിനകത്ത് എമ്പുരാൻ 3 ബിഗിൻസ് എന്നൊക്കെ പറഞ്ഞ് എഴുതി കാണിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇന്ന് സൺഡേ ആണ് പോയി കണ്ടത്. അപ്പൊ അത് കഴിഞ്ഞ് കുറച്ച് പോർഷൻസ് ഒക്കെ അവർ കട്ട് ചെയ്യും എന്നൊക്കെ ന്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് എങ്ങനെയാന്ന് എനിക്കറിയില്ല. നമ്മളിപ്പോ കാണാൻ പോയ സമയത്ത് ഒന്നും കട്ട് ചെയ്തിട്ടൊന്നും ഇല്ലായിരുന്നു. ഫുൾ സിനിമ അതുപോലെ കാണാൻ പറ്റി. അപ്പോൾ എല്ലാരും പോയി എമ്പുരാൻ കാണുക, അഭിപ്രായങ്ങളൊക്കെ പറയുക. കാണേണ്ട പടം തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ. പിന്നെ 2:45 ആയപ്പോഴത്തേക്കും സിനിമയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പൊ ഇത്രയുള്ളൂ ഇന്നത്തെ സിനിമ വ്ലോഗ്. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.